ദൈവത്തിന്റെ അവസാനത്തെ കത്തിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് തമ്മിലടിക്കുകയും കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപത്തുകളെക്കുറിച്ചുള്ള ആകുലതയായിരുന്നു ശ്രീ മോഹൻലാൽ പങ്കുവച്ചത്. ദൈവത്തിന്റെ കണ്ണുനീരും തുടച്ച് ശബരിമല കയറിയപ്പോൾ താങ്കൾ ഉയർത്തിപ്പിടിച്ച സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും വികാരം മലയാളികൾ സാഗൂതം വീക്ഷിക്കുകയായിരുന്നു. താങ്കളുടെ പ്രഭാവം മലയുടേതിനേക്കാൾ ഉന്നതങ്ങളിലെത്തി. വളരെ പുതുമയുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു എമ്പുരാന്റെ പ്രൊമോഷന് ശ്രദ്ധയിൽപ്പെട്ടത്. ലൂസിഫർ റിലീസ് ചെയ്ത് കൃത്യം 6 വർഷം തികയുന്ന ദിവസമാണ് എമ്പുരാൻ വെള്ളിത്തിര കണ്ടത്. ഒരു ജനറൽ ഇലക്ഷന് സമൂഹ മാധ്യമം കർമ്മനിരതമാകുന്നത് പോലെയായിരുന്നു ഒരു സിനിമയുടെ റിലീസിലും കണ്ടത്. സിനിമയിൽ ഒരുപാട് രഹസ്യ കോഡുകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നു. 1926 ജർമ്മനിയിൽ രൂപം കൊണ്ട ഫ്രറ്റേണിറ്റാസ് സാറ്റണി എന്ന രഹസ്യ സംഘടനയുടെ ബിംബങ്ങളാണ് കാണപ്പെട്ടത്. ഈ സംഘടനയിലെ അംഗങ്ങൾ ശനിദേവനെ നേരിട്ട് ആരാധന നടത്തുന്നവരാണ്. പുരാണത്തിൽ ദൈവങ്ങൾ പോലും ശനിദേവനെ ഭയന്ന് കഴിഞ്ഞിട്ടുണ്ട്. ശനിദേവൻ ആരെയും ശിഷ്യരായി അംഗീകരിക്കില്ലെന്ന നാറാണത്ത് ദിവ്യന്റെ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാറാണത്ത് ദിവ്യൻ ശനിദേവന്റെ നേരെ അവതാരമായിരുന്നു. ശിഷ്യത്വം സ്വീകരിക്കാൻ പോയ വ്യക്തി ഉരുകിയ ലോഹം കുടിക്കേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മലയാളിക്ക് ജീവിതം തന്നെ ഉദ്വേഗം നിറഞ്ഞതാണ്. സിനിമയിലൂടെ ഒരു വിനോദമാണ് അവർ ആഗ്രഹിക്കുന്നത്. ബ്ലാക്ക് മാജിക്കിനും ഹോളിവുഡ് വെടിവെച്ചുകളിൽ നിന്നും ഒരു തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാമോ?